ബിനു മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് വരികയാണ്. അതിനു മുൻപേ സാധാരണ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമ്പോൾ SPG നേരത്തെ വന്ന് സുരക്ഷാ കാര്യങ്ങളൊക്കെ നോക്കും. 2-3 ദിവസം മുന്നേ അവർ വരും. ഇത്തവണ രാജ്ഭവനിലാണ് പ്രധാനമന്ത്രി താമസിക്കുന്നത്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ചില ആക്രമണ സാഹചര്യങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും ഇന്ത്യയിലും പാക് സ്നേഹികൾ കൂടുതലുള്ള സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ വരവ് അതീവ സുരക്ഷയോടെ ആയിരിക്കും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മെയ് 2-ന് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായും തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന പലരും കേരളത്തിലുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി എത്തുമ്പോൾ സുരക്ഷ വളരെയധികം ശക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടിയാണ്. ഏതായാലും നാളെ രാവിലെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുക. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിനായി എത്തുന്ന മോദി രാജ്ഭവനിലായിരിക്കും താമസിക്കുക. 2-ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ്. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് SPG സുരക്ഷ തിരുവനന്തപുരത്ത് ഉടനീളം ഒരുക്കുന്നുണ്ട്. വ്യാഴവും വെള്ളിയും തിരുവനന്തപുരത്തിൻ്റെ വ്യോമ കടൽ മേഖലകളും സൈനിക നിരീക്ഷണത്തിലാകും. അതുകൊണ്ട് തന്നെ നാളെ തിരുവനന്തപുരത്ത് ജോലിയുള്ളവരും ഒക്കെ തന്നെ നാളെ ഇത്തരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഹൽഗാം ഭീകരാക്രമണം തുടർന്നുള്ള സംഭവ വികാസങ്ങളും കാരണം സമാനതകളില്ലാത്തൊരു നിരീക്ഷണമാണ് തിരുവനന്തപുരത്ത് നടക്കുക. ഗവർണർ രാജേന്ദ്ര അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. ഇതിലുള്ള തമാശ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ താമസം തന്നെ ഏത് തരത്തിലായിരിക്കും എന്ന് പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി അദ്ദേഹം തമ്മിലുള്ള ഇരിപ്പുവശം അറിയാമല്ലോ. ഇപ്പൊ പിന്നെ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു പിന്നെ അയഞ്ഞ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം മോദിയിൽ നിന്നും കേരളം ഏറെ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട അതീവ ജാഗ്രതയിലാണ്. തിരുവനന്തപുരത്ത് അടിക്കടി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ പരിപാടി അടക്കം അലങ്കോലമാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കും. പ്രധാനമായും പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷമൊക്കെ ഇക്കാര്യത്തിൽ കുറച്ച് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം കൂടിയുണ്ട്. സതീശനെ വിളിച്ചില്ലല്ലോ. അനാവശ്യമായി ഒരാളെ യോഗസ്ഥലത്തേക്ക് കടത്തിവിടില്ല. അതുമാത്രമല്ല, വേറൊരു കാര്യം തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഇതിന്റെ ഒരു യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും പങ്കെടുത്തു. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യങ്ങളാണ്? കേരളത്തിൽ നടക്കും. പിണറായി മുഖ്യമന്ത്രി ആയിരിക്കും നടക്കും. അത് വളരെ നിർണായകമായ, വളരെ സുരക്ഷ വേണ്ടുന്ന ഒരു യോഗത്തിലാണ് ചെറുമകൻ ഉൾപ്പെടെ ഇരിക്കുന്നത്. എന്തൊരു അവസ്ഥ! അതായത് വളർത്തിയെടുക്കുകയാണ്. എന്റെ കാലശേഷം മരുമകൻ, മരുമകന്റെ കാലശേഷം മകൾ, മകളുടെ കാലശേഷം കൊച്ചുമകൻ. വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഈ കുടുംബവാഴ്ചയെ കുറിച്ചൊക്കെ എന്തുമാത്രം പ്രസംഗിക്കുന്ന ആളാണ് നെഹ്റു കുടുംബത്തിന്റെ ഒക്കെ കാര്യം. നമ്മളെ ഉമ്മൻചാണ്ടിയൊക്കെ പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഏതെങ്കിലും ഒരു പള്ളിയിൽ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ അച്ചു ഉമ്മനെയൊക്കെ നേരെ ചൊവ്വെ കാണുന്നത് തന്നെ ഈ ഇലക്ഷന് തിരഞ്ഞെടുപ്പിലാണ്. ഈ അവർക്കെതിരെ വലിയ വിവാദങ്ങളൊക്കെ പോട്ടെ. അതുപോലെ ചാണ്ടി ഉമ്മൻ, ഇപ്പോഴും ചാണ്ടി ഉമ്മനൊക്കെ വേണമെങ്കിൽ പോകാം. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ള, എന്നാൽ പോലും അദ്ദേഹം പോവില്ല. രാഷ്ട്രീയക്കാരനാണല്ലോ. എന്നിട്ട് പോലും അദ്ദേഹം കുടുംബത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് മാറ്റി നിർത്തി ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതെന്നുള്ളതല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ജനകീയനായ ഒരു മുഖ്യമന്ത്രി. കേരളത്തിന് ഒരു വലിയ നഷ്ടമാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു വിയോഗം എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ തമാശ കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അതായത് ഉമ്മൻചാണ്ടിയുടെ വൈഫിനെ കുറിച്ച് നമ്മൾ കാണുന്നില്ല, അവര് കേൾക്കുന്നില്ല. കാരണം ഒന്നും കൊണ്ടുപോവുക അങ്ങനെയൊന്നുമില്ല. ഒരിക്കൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ ഒരു അഭിമുഖത്തിൽ ഒരു ഇന്റർവ്യൂവർ ചോദിച്ചു, സമൂഹത്തിലുള്ളവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഉടനടി പരിഹാരം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണല്ലോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതായത് ആരൊരു പ്രശ്നം പറഞ്ഞാൽ പെട്ടെന്ന് പരിഹാരം കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മാഡം ഒരു പരാതി പറഞ്ഞാൽ പെട്ടെന്ന് അതിന് പരിഹാരം കാണുമെന്ന് ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞ അദ്ദേഹത്തോട് പറയുന്നതിന് വരെ ഈ മതിലിനോട് പറയുന്നതാണ് എനിക്ക് പറ്റുന്ന ഏക പോകും വഴി. എന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടിയൊന്നും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഫുൾ ടൈം നിർവഹിച്ചത്. അതായത് മതിലിനോട് പറയുക എന്ന് പറഞ്ഞാൽ മതിലിനോട് പറഞ്ഞ ഒരു റിസൾട്ടും ഇല്ല എന്നുപോലെയാണ് അദ്ദേഹം മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ VS അച്യുതാനന്ദ ഭാര്യയെ നമ്മള് ഇടയ്ക്ക് കാണും. ഈ അദ്ദേഹത്തിന്റെ ജന്മനാളിനൊക്കെ ഫോട്ടോ വരുമ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചെല്ലുമ്പോഴുമാണ് കാണുന്നത്. EK നായനാർ, EMS നമ്പൂതിരിപ്പാട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോൾ അതില് മകള്, ഭാര്യ, കൊച്ചുമകൻ. അത് മാത്രമല്ല, ഇന്നലെ ഒരു വിവാദമായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മകള് ഫ്രണ്ടിലെ ഡോറ് തുറന്ന് പുറത്തിറങ്ങുന്നു. ഇരിക്കേണ്ടത് മകൾ ഇരിക്കും. എന്ത് കേരളത്തിൽ രാജഭരണമാണോ എന്ന്. കാരണം രാജാക്കന്മാർക്കാണ് ഇങ്ങനത്തെ ഉള്ള ഒരു
ഇതുള്ള അല്ലേ പിണറായി രാജാവാണെന്ന് സ്വയം അങ്ങ് വിചാരിച്ചു പോകുന്നു. കമല രാജ്ഞിയും മറ്റേത്. ഏതായാലും തിരുവനന്തപുരത്ത് അടിക്കടി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തെ പരിപാടി അടക്കം അലങ്കോലമാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കും. ഈ മോദിയുടെ അടിയന്തര സാഹചര്യത്തിൽ മോദിയുടെ യാത്രാ പരിപാടികൾ മാറും. അതോടൊപ്പം തന്നെ അങ്ങനെ വന്നാൽ ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പ് തിരുവനന്തപുരത്തെത്തുന്ന ക്രമീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും. രാജ്യത്തിൻ്റെ വ്യാവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടം പിടിക്കാനൊരുങ്ങുന്ന വമ്പൻ വികസന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖം. പ്രവർത്തന സജ്ജമായി 4 മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേഷ്യയിലെ മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് തുറമുഖത്ത് പോലീസിൻ്റെയും SBGയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷ ഒരുക്കും. വിഴിഞ്ഞം തുറമുഖ പരിധിയിലുള്ള കടലിൻ്റെ വിസ്തൃതമായ പരിധിയിലും തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെട്ട വിമാനത്താവള പരിധിയിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും കടൽ ആകാശ പരിധിയിൽ നിരീക്ഷണവും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തുന്നുണ്ട്. കടൽ പരിധിയിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും സൈനിക കപ്പലുകളെ വിന്യസിക്കും. ആദ്യമായാണ് വിഴിഞ്ഞം കടലിൻ്റെ പരിധിയിൽ വിവിധ സൈനിക വിഭാഗങ്ങളുടെ കപ്പലുകൾ ഒരുമിച്ചെത്തുക. ആകാശ നിരീക്ഷണത്തിനായി വ്യോമസേനയുടെയും നാവികസേനയുടെയും സൈനിക വിമാനങ്ങളും ഉണ്ടാകും. നാവികസേനയുടെ ഒരു സൈനിക കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള ട്രയൽ റൺ 30-ന് നടക്കും. മെയ് 1-ന് തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങി 2-ന് രാവിലെ 11-ന് എയർഫോഴ്സിൻ്റെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഇറങ്ങും. 3 ഹെലിപാഡുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനുമായി ഡൽഹിയിൽ നിന്നുള്ള SBG വിഴിഞ്ഞം തുറമുഖത്തെത്തി. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഹെലിപാഡുകൾ, കമ്മീഷനിങ് ചടങ്ങ് നടക്കുന്ന ബെർത്ത്, ഉദ്ഘാടന യോഗം നടക്കുന്ന വേദി എന്നിവ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. മോദിക്കായി പോർട്ട് ഓപ്പറേഷൻ മന്ദിരം, മുഖ്യ പ്രവേശന കവാടം എന്നിവകളിലാണ് പ്രധാന ഹെലിപാഡുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ POBക്ക് സമീപത്തെ ഹെലിപാഡിനാണ് മുൻഗണന. അടിയന്തര ലാൻഡിങ്ങിനായി വലിയ കടപ്പുറത്തും ഹെലിപാഡ് ഉണ്ടാകും. തുറമുഖത്തെത്തുന്ന പ്രധാനമന്ത്രി ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർ ചേർന്നാണ് സ്വീകരിക്കുക. തുടർന്ന് POB മന്ദിരത്തിലെത്തി കമ്പ്യൂട്ടർ നിയന്ത്രിത തുറമുഖ പ്രവർത്തനം വീക്ഷിക്കും. പിന്നീട് ബെർത്തിൽ കമ്മീഷനിങ് നിർവഹിച്ച ശേഷം വേദിയിലെത്തി പ്രസംഗിക്കും. ഉദ്ഘാടന വേദി, പ്രധാന കവാടത്തിന് സമീപം സജ്ജമാക്കുന്ന ജോലി തുടങ്ങി 10,000-ഓളം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വിഴിഞ്ഞത്തിന് VGF നൽകുന്ന ഉൾപ്പെടെയുള്ള കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. കേന്ദ്ര നിബന്ധനകൾക്കെതിരെ സംസ്ഥാനം ഔദ്യോഗികമായി പ്രതിഷേധവും അറിയിച്ചിരുന്നു. എന്നാൽ മുൻ ധാരണയിൽ നിന്ന് വ്യതിചലിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. തുടർന്ന് ആദ്യത്തെ കരാർ പ്രകാരം തന്നെ 817 കോടിയുടെ VGF വാങ്ങാൻ സംസ്ഥാനം കരാർ ഒപ്പിടുകയായിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി തന്നെ തുറമുഖ സമർപ്പണത്തിനായി വിഴിഞ്ഞത്തെത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാകും ചടങ്ങ് നടക്കുക. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സ്പോർട്ട് ലിമിറ്റഡിനാണ് ചടങ്ങ് നടത്തുന്നതിൻ്റെ ചുമതല. കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റൺ ആരംഭിച്ചത്. തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിനെ സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത്. ഡിസംബറിൽ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങി. ഇക്കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ ചിലത് വിഴിഞ്ഞത്തെത്തി. PPP മാതൃകയിൽ 7,700 കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം കൂടിയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി ചേർന്ന് അദാനി ഗ്രൂപ്പിനാണ് തുറമുഖത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും ഒക്കെ ചുമതല. എന്തായാലും പ്രധാനമന്ത്രി വരട്ടെ, സുരക്ഷിതമായി തിരിച്ചു പോകട്ടെ. തീർച്ചയായും.